സംസ്ഥാനത്ത് കനത്ത മഴയിൽ 2 മരണം. കൊച്ചിയിൽ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയും കാസർകോട്ട് മിന്നലേറ്റ് വയോധികനും മരിച്ചു. കണ്ണൂരിൽ മേൽക്കൂര തകർന്ന് 6 വയസ്സുകാരിക്ക് പരിക്കേറ്റു. പൊഴിയൂരിൽ കടലാക്രമണം രൂക്ഷമാണ്. പമ്പാ നദിയിലും അച്ചൻകോവിലാറിലും ജലനിരപ്പ് ഉയർന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ഇന്ന് വൈകിട്ടോടെ റമാൽ ചുഴലിക്കാറ്റാകും. അലക്സറ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്, എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന്, ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അലക്സറ മുഹമ്മദിലേക്ക്. അലക്സ്, എന്താണ് ഏറ്റവും ഒടുവിലത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്? വേണു, സംസ്ഥാനത്തെ മഴയ്ക്ക് ശമനമുണ്ടാകുന്നു, ആ മഴയുടെ തീവ്രത കുറയുന്നു എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കേരള തീരത്ത് അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം നിലനിന്നിരുന്നു. അത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ തന്നെ ചക്രവാത ചുഴിയായി ദുർബലമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതാണ്. ആ ചക്രവാത ചുഴി വീണ്ടും ദുർബലമായിട്ടുണ്ട്. അതിനാൽ ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയുടെ തീവ്രത കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണ മഴ അടുത്ത ദിവസങ്ങളിൽ സാധാരണ ഇടത്തരം മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇന്ന് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും അതുപോലെ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ അത്തരത്തിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലും ആ മഴ ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനമുണ്ട്. അത് നേരത്തെയുള്ള പ്രവചനമാണ്. ഒരുപക്ഷെ 1 മണിക്ക് വരുന്ന അലേർട്ടിൽ ആ പ്രവചനത്തിൽ മാറ്റം വന്നേക്കാം എന്നുള്ളതാണ് നിലവിലെ സൂചന വെച്ച് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പാണ് യെല്ലോ അലേർട്ട്. നാളെ 3 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. നേരത്തെ തുടർന്ന ജാഗ്രത അത് തുടരേണ്ടതുണ്ട് 2 ദിവസം കൂടി എന്നുള്ളതാണ്. അതിനുശേഷം സാധാരണ മഴ ആയിരിക്കും ലഭിക്കുക. മെയ് 1 കാലവർഷം കേരളത്തിലേക്ക് എത്തിച്ചേരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ആ തരത്തിൽ അത് പോവുകയാണ്. ഈ തീരവുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്ന ജാഗ്രതാ മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അറബിക്കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ആ വിലക്ക് ഇപ്പോഴും തുടരുന്നുണ്ട്. ആ വിലക്ക് നീക്കിയിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾ അത് കർശനമായി പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ടാണ്. ആ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടെ ചുഴലിക്കാറ്റായി വീണ്ടും ശക്തി പ്രാപിക്കും. ഒമാൻ നിർദ്ദേശിച്ച റമാൽ എന്ന പേരിലായിരിക്കും ആ ചുഴലിക്കാറ്റ് അറിയപ്പെടുക. നാളെ അർദ്ധരാത്രിയോടെ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാൾ തീരത്ത് സാഗർ ദ്വീപിനും അതുപോലെ ഖേപ്പുപാറയ്ക്കും ഇടയിൽ തീവ്ര ചുഴലിക്കാറ്റായി മണിക്കൂറിൽ പരമാവധി 130 കിലോമീറ്റർ വരെ വേഗതയിൽ ഈ റമാൽ കരയിൽ പ്രവേശിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. എന്താണെങ്കിൽ സംസ്ഥാനത്തെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യം, മഴയുടെ തീവ്രത കുറയുന്നു എന്നുള്ളത് തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ കാര്യമായ മഴ ഉണ്ടാകില്ല. ഇന്ന് 1 ജില്ലകളിലും ഓറഞ്ച് അലേർട്ടോ റെഡ് അലേർട്ടോ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. വേണം. ശരി, അലക്സറ മുഹമ്മദാണ് മഴ മുന്നറിയിപ്പിന്റെ പുതിയ വിവരങ്ങൾ നൽകിയത്. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, ഈ വെള്ളക്കെട്ടിൽ വീണ് മത്സ്യത്തൊഴിലാളിയുടെ മുങ്ങിമരണം, എന്താണ് ഈ അപകടത്തിന് കാരണം? ജില്ലയിലെ പൊതുവായ സാഹചര്യം എന്താണ്? വേണു, ഇന്നലെ രാത്രി ജില്ലയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. രൂക്ഷമായ വെള്ളക്കെട്ട് ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. രാവിലെ മുതൽ ഇതുവരെയും മഴ പെയ്തിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം നന്നായി തെളിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ അന്തരീക്ഷം. പക്ഷേ ഇന്നലെ പല സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ആലുവയിൽ ദേശം രക്തേശ്വരി പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. അതോടൊപ്പം ഇൻഫോ പാർക്കിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ആലുവയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സംഭവമുണ്ടായി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഇന്നലെ ഉണ്ടായി. കലൂരിൽ വെള്ളക്കെട്ടുണ്ടായി. ഇടപ്പള്ളിയിലും അതോടൊപ്പം കളമശ്ശേരിയിൽ ചില വീടുകളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന, വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ നഗരമേഖലയിൽ അത്തരം പ്രശ്നങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. മഴയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതുവൈപ്പിൽ ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചിട്ടുണ്ട്. അത് വെള്ളക്കെട്ടിൽ വീണാണ് മത്സ്യത്തൊഴിലാളി മരിച്ചത്. ദിലീപ് എന്ന മത്സ്യത്തൊഴിലാളിയാണ് മരിച്ചത് എന്ന കാര്യം ഇപ്പോൾ വിവരം പുറത്തു വരുന്നുണ്ട്. ഇത് കടലിൽ അല്ല വീണത്, വെള്ളക്കെട്ടിലാണ് വീണ് അദ്ദേഹം മരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പശ്ചിമ കൊച്ചിയുടെ അവസ്ഥയാണ്. പശ്ചിമ കൊച്ചി കടുത്ത പകർച്ചവ്യാധി ഭീതിയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അവിടെ മാലിന്യം നീക്കം ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ഒട്ടുമിക്ക സ്ഥലത്തും ഓടയിലൂടെ വെള്ളം ഒഴുകാതെ ഒട്ടുമിക്ക സ്ഥലത്തും ഈ വെള്ളം കരകവിഞ്ഞ് ഓടയിൽ നിന്ന് കവിഞ്ഞ് റോഡിലേക്കും തൊട്ടടുത്തുള്ള വീടുകളിലേക്കും കയറുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ് വേണു ഉണ്ടാക്കുന്നത്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.